ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം രാസപഞ്ചാധ്യായിയിലെ 4-ാം അധ്യായം, ദശമസ്കന്ധത്തിലെ 32-ാം അധ്യായം. കൃഷ്ണവിരഹത്താൽ ഹൃദയം തകർന്ന ഗോപികൾ കൃഷ്ണദർശന ലാലസകളായി പലതും പറഞ്ഞ് വളരെ നേരം കരഞ്ഞു. ഇതി ഗോപ്യപ്രകായന്ത്യ പ്രളപന്ത്യശ്ച ചിത്രധാരുരുതു സുസ്വരം രാജൻ കൃഷ്ണദർശനലാലസ. അവരുടെ ചിത്തക്ഷോഭം പരമകാഷ്ഠയിലെത്തിയപ്പോൾ വാക്കുകളൊക്കെ നിലച്ചു. പ്രാണപ്രിയനായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഇനി ദർശനം തരികയില്ലേ എന്ന ഉത്കടമായിട്ടുള്ള ആശങ്കയോടുകൂടി നീറുന്ന ഹൃദയത്തോടെ അവർ അത്യുച്ചത്തിൽ രോദനം ചെയ്തു. നിസാരങ്ങളായ ക്ഷുദ്രങ്ങളായ കാമോപഭോഗങ്ങൾക്കു വേണ്ടി കണ്ണീരൊഴുക്കുന്ന നമ്മെപ്പോലുള്ളവർ, ഈ പ്രാകൃത ലോകം ഇവിടെ ഈശ്വരദർശനത്തിനു വേണ്ടി കണ്ണീരൊഴുക്കിയ ഗോപികമാരുടെ വിലാപം, അവരുടെ വിലാപ കാവ്യത്തെ പഠിക്കേണ്ടതാണ്. അവരുടെ ആ ദീനരോദനം 3 ലോകങ്ങളെയും പാവനമാക്കിക്കൊണ്ട് അങ്ങനെ അന്തരീക്ഷത്തിൽ അലതല്ലി. കരുണാമയനായിട്ടുള്ള ശ്യാമസുന്ദരൻ ഗോപസുന്ദരിമാരുടെ മധ്യത്തിൽ മന്ദഹാസവദനനായി പീതാംബര വനമാലാധാരിയായി സാക്ഷാൽ മന്മഥന്റെയും മനസ്സിനെ മഥിക്കുന്ന സൗന്ദര്യോത്തര സുന്ദരതരം ത്വദ്രൂപം, അങ്ങനെ സുന്ദരരൂപത്തോടുകൂടി വീണ്ടും ആവിർഭവിച്ചു. താസാം ആവിരഭൂത് ശൗരി സ്മയമാന മുഖാംബുജ പീതാംബരധര ശ്രഗ്വി സാക്ഷാൻ മന്മഥ. ശ്രീകൃഷ്ണ ദർശനം ലഭിച്ചതോടുകൂടി വാടിത്തളർന്നിരുന്ന ഗോപികളുടെ മുഖകമലങ്ങൾ വികസിച്ചു. ശരീരം വിട്ടുപോയ പ്രാണൻ തിരിച്ചു വന്നാൽ എന്ന പോലെ അവർ പെട്ടെന്ന് ഉണർന്നു. അവർക്ക് എങ്ങനെയാണ് ആഹ്ലാദം പ്രകടിപ്പിക്കേണ്ടത് എന്നറിയില്ല. എന്തൊക്കെയാണ് അവർ കൃഷ്ണന് ചുറ്റും നിന്നുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള ചേഷ്ടകളെയാണ് അവർ പ്രകടിപ്പിച്ചത് എന്ന് പറയുകയാണ്. ഒരു ഗോപിക ശ്രീകൃഷ്ണന്റെ കരം ഗ്രഹിച്ചുകൊണ്ട്, മറ്റൊരു ഗോപിക ചന്ദനാലങ്കൃതമായിട്ടുള്ള ആ ഭഗവാന്റെ ഇടത് കൈ തൻ്റെ തോളിലെടുത്തു വച്ചു ധരിച്ചു നിന്നു. മറ്റൊരു ഗോപികയാവട്ടെ ആ പ്രേമമൂർത്തിയുടെ താമ്പൂലചർവിതത്തെ 2 കൈയിലും സ്വീകരിച്ച് കൃതാർത്ഥയായി. വിരഹതാപം കൊണ്ട് അത്യധികം വാടിപ്പോയ മറ്റൊരു ഗോപിക ആ ഭഗവാന്റെ ഹിമശീതളമായ പാദകമലത്തെ തൻ്റെ മാറിടത്തിൽ ചേർത്ത് വെച്ച് താപത്തെ ശമിപ്പിച്ചു. വേറൊരു ഗോപിക അകലെ നിന്നുകൊണ്ട് തൻ്റെ അധരം കടിച്ചുകൊണ്ട് പുരികം വളച്ച്, ഞങ്ങളെ നിർദാക്ഷിണ്യം ഉപേക്ഷിച്ചു പോകാൻ മനസ്സു വന്നുവല്ലോ കൃഷ്ണ എന്ന ഭാവത്തോടുകൂടി പ്രണയകോപം നടിച്ച് കണ്ണു ചുവപ്പിച്ചു നോക്കി നിന്നു. കാജിൽ കരാംബുജം ശൗരേ ജഗൃഹേ അഞ്ജലിനാമുദ കാജിൽ ദധാരതദ്ബാഹു മംസേ ചന്ദനരൂഷിതം ഏകാ ഭൃഗുടിമാബധ്യ പ്രേമ സംരംഭവിഹ്വല ഘ്നദീവൈക്ഷൽ കടാക്ഷേപൈ സന്തഷ്ടദശനച്ഛത. മറ്റൊരു ഗോപിക കണ്ണുകൾ കൊണ്ട് ആ ശ്രീകൃഷ്ണ സൗന്ദര്യത്തെ തൻ്റെ ഹൃദയത്തിലാക്കിയിട്ട് യോഗികളെ പോലെ അങ്ങനെ ആനന്ദത്തിൽ മുഴുകി നിന്നു. ഇவ்விധം ആ ഗോപസുന്ദരിമാരെല്ലാവരും
ആ സർവേശ്വര സംഘത്തെ, ആനന്ദത്തെ അനുഭവിച്ച് നിർവൃതരായി അവരുടെ ദുഃഖമെല്ലാം തീർത്തു. തനിക്ക് വേണ്ടി മാത്രം പ്രാണൻ ധരിച്ചു നിൽക്കുന്ന ആ ഗോപികളുടെ മധ്യത്തിൽ അങ്ങനെ ഭഗവാൻ ശോഭിക്കുന്നു. എല്ലാ ഗോപികളെയും കൊണ്ട് ആ യമുനാപുളിനത്തിൽ, യമുനാ തീരത്ത് പ്രവേശിച്ച ആ ഭഗവാൻ ആ ഗോപികമാരോട് ചേർന്ന്, അപ്രാകൃത ഭക്തകളായിട്ടുള്ള ഗോപസ്ത്രീകളോട് ചേർന്ന് രാസനൃത്തത്തെ ചെയ്യാൻ സങ്കല്പിച്ചിരിക്കുന്നു ശ്രീകൃഷ്ണൻ എന്നറിഞ്ഞിട്ടാണ് പ്രകൃതി തന്നെ അതിനുവേണ്ടി തയ്യാറെടുത്തു എന്നാണ് കുന്തമന്താരാദി പുഷ്പങ്ങളെല്ലാം വിരിഞ്ഞു. പൂക്കളുടെ എല്ലാം സൗരഭ്യത്തെ വഹിച്ചുകൊണ്ട് ആ പ്രദേശമെല്ലാം മന്ദമാരുതൻ സുഗന്ധപൂർണമാക്കി തീർത്തു. ശരത്കാല ചന്ദ്രന്റെ കിരണങ്ങളെ കൊണ്ട് ആ യമുനാതീരം പകല് പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ആ പ്രകൃതി തന്നെ, ഭൂമിദേവി തന്നെ രാസലീലയ്ക്കായി ഒരുക്കിയ സംവിധാനം, അതൊരു മനോഹരമായിട്ടുള്ള ഒരു രംഗ സജ്ജീകരണമായിരുന്നു. അങ്ങനെ ആ വൃന്ദാവനം ശോഭിക്കുകയാണ്. ശ്രീകൃഷ്ണൻ ഗോപികമാരെ അനുനയിച്ചുകൊണ്ട് ആ അത്ഭുത രംഗത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടി അവരൊക്കെ അത്യധികം ആഹ്ലാദ ഭരിതരായിത്തീർന്നു. മനോരഥങ്ങളെല്ലാം സാധിച്ചവരെ പോലെ കൃതാർത്ഥകളായി തീർന്നു. ആത്മാവും ബന്ധുവുമായ ആ കൃഷ്ണന്, ആ നന്ദകിശോരന് ഇരിക്കുവാനായി അവരുടെ തന്നെ ഉത്തരീയത്തെ വിരിച്ചുകൊടുത്തു. ആ ഉത്തരീയത്തിൽ ഇരുന്നു കൊണ്ട് ശ്രീകൃഷ്ണമയികളായ ഗോപികളുടെ പദവി യോഗേശ്വരന്മാരെയും അതിശയിക്കുന്നതാണ് എന്ന് സ്പഷ്ടമാക്കുകയാണിവിടെ. അവർ പ്രേമ സർവസ്വമായ ശ്രീകൃഷ്ണനെ താമ്പൂല ദാനം തുടങ്ങിയിട്ട സൽക്കാരങ്ങളെ കൊണ്ട് പൂജിച്ചു. ആ ഭഗവാന്റെ തൃക്കരങ്ങളെയും തൃപ്പാദങ്ങളെയും മടിയിലെടുത്തു വെച്ച് മന്ദമന്ദം തലോടി. എന്നിട്ടാണ് അവർ അർത്ഥഗർഭമായ ഒരു സംശയത്തെ ചോദിക്കുന്നത്. ഗോപ്യ ഊജു ഭജതോനു ഭജന്ത്യേക ഏക ഏതദ് വിഭജ്യം നോഭയാംശ ഭജന്ത്യേക ഏതന്നോ ബ്രൂഹി സാധുഭോ. കൃഷ്ണ, ഈ ലോകത്തിൽ 3 തരത്തിലുള്ളവരെ കാണാറുണ്ട്. അതിൽ ഒരു വിഭാഗം ജനങ്ങൾ തങ്ങളെ സേവിക്കുന്നവരെ, തങ്ങളെ ഭജിക്കുന്നവരെ അതേപോലെ തിരിച്ചും ഭജിക്കുന്നു, സേവിക്കുന്നു. രണ്ടാമതൊരു കൂട്ടർ തങ്ങളെ സേവിക്കാത്തവരെയും കൂടി സേവിക്കുന്നു. മൂന്നാമതൊരു കൂട്ടർ ആരെയും തങ്ങളെ സേവിക്കുന്നവരായാലും അല്ലെങ്കിലും സേവിക്കുന്നില്ല, ഭജിക്കുന്നില്ല. ഈ 3 വിഭാഗത്തിൽ ഉത്തമ, മധ്യമ, അധമന്മാരാരാണ് എന്ന് പറയൂ. ആ ഗോപികളുടെ ചോദ്യത്തിന്റെ മറുപടി പറയാണ് ശ്രീകൃഷ്ണൻ. മിഥോ ഭജന്തിയേ സഖ്യ സ്വാർത്ഥേകാന്തോദ്യമാഹിതേ നത്ര സൗഹൃദം ധർമ്മ സ്വാർത്ഥാർത്ഥം തദ്ധി നാന്യഥ ഭജന്ത്യ വൈ കരുണാപിതരോ യഥാ ധർമ്മോ നിരപവാദോത്ര സൗഹൃദം ച സുമധ്യമ ഭജതോപി ന വൈ കേചിൽ ഭജന്ത്യ ഭജത കൃത്കുത ആത്മാരാമ ഹ്യാപ്തകാമ അകൃതജ്ഞാ ഗുരുദ്രുഹ. ശ്രദ്ധിച്ചു കേൾക്കൂ നിങ്ങൾ. ചിലർ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്നു. അത്
യഥാർത്ഥ സ്നേഹമാണ് എന്ന് ധരിക്കേണ്ടതില്ല. അവിടെ സ്ഥായിയായ സ്നേഹമോ ധർമ്മമോ ഇല്ല. സ്വകാര്യലാഭത്തെ മാത്രം ലക്ഷ്യമാക്കി ചെയ്യുന്ന അഭിനയമാണ്. ലാഭത്തിനു വേണ്ടി, ആദായത്തിനു വേണ്ടി പശുക്കളെ പോഷിപ്പിച്ചു വളർത്തുന്നത് പോലെ മാത്രമുള്ളതാണ്. അവിടെ ലാഭമില്ലാതെയായാൽ, ആദായം നിലച്ചാൽ സ്നേഹവും അവസാനിക്കും. രണ്ടാമത്തെ കൂട്ടർ തങ്ങളെ ചിലർ സ്നേഹിക്കുന്നുവെങ്കിലും ഇല്ലെങ്കിലും അങ്ങോട്ട് സ്നേഹിക്കുന്നു. മാതാപിതാക്കൾ സന്താനങ്ങളെ എന്ന പോലെ അവിടെ സ്വാർത്ഥതയില്ല. നിഷ്കപടമായ സൗഹൃദവും ധർമ്മവും ഉണ്ട്. മൂന്നാമത്തെ കൂട്ടരാവട്ടെ തങ്ങളെ ആരെങ്കിലും ഭജിച്ചാലും അങ്ങോട്ട് ഭജിക്കുന്നില്ല, തങ്ങളെ ഭജിക്കാത്തവരെയും ഭജിക്കുന്നില്ല. അവരെ ആത്മാരാമന്മാർ, ആപ്തകാമന്മാർ, അകൃതജ്ഞന്മാർ, ഗുരുദ്രോഹികൾ എന്നിങ്ങനെ നാലായി പറയാം. ആത്മാരാമന്മാരാവട്ടെ എപ്പോഴും ആനന്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹാത്മാക്കളാണ്. അവർക്ക് ഉള്ളിലും പുറത്തും ആത്മാവിനെ അല്ലാതെ മറ്റൊന്നിനെയും അവർ കാണുന്നില്ല. ആ അഭേദദർശികൾ തങ്ങളെ സേവിക്കുന്നവരെയും ദേഷിക്കുന്നവരെയും ആത്മാവ് തന്നെയായിട്ടാണ് കാണുക, അന്യരായി കാണുന്നില്ല. താൻ തന്നെ തന്നെ സേവിക്കാറില്ല. ആ നിലയിൽ സ്ഥിരത വന്നിട്ടില്ലാത്തവരാണ് ആപ്തകാമന്മാർ. അവർക്ക് ബാഹ്യദർശനവും ലോകവ്യവഹാരങ്ങളും ഉള്ളതായി കണ്ടേക്കാം. എന്നാൽ അവർക്ക് ലേശം പോലും വിഷയസംബന്ധമോ ശത്രുമിത്രഭേദമോ ഉണ്ടാവില്ല. അതുകൊണ്ട് അവരാരെയും ഭജിക്കാറില്ല. അകൃതജ്ഞന്മാർ എന്ന വിഭാഗം മറ്റുള്ളവർ തങ്ങൾക്ക് ചെയ്യുന്ന സ്നേഹോപകാരങ്ങളെ തിരിച്ചറിയാനുള്ള ശക്തിയില്ലാത്ത മൂഢന്മാരാണ്. ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യണം എന്ന സാധാരണ ധർമ്മം പോലും അവർക്കറിയില്ല. അതുകൊണ്ട് അവരാരെയും സേവിക്കുന്നില്ല. നാലാമത്തെ കൂട്ടരായ ഗുരുദ്രോഹികൾ ഉപകർത്താ ഗുരുസ്മൃത, ഉപകാരം ചെയ്തവൻ ഗുരുവാണ് എന്ന ശാസ്ത്രത്തെ നിന്ദിക്കുന്നവരാണ്. അവർ പ്രത്യുപകാരം ചെയ്യുന്നില്ല. അതുമാത്രമല്ല, ഉപകാരിയെ ദ്രോഹിക്കാൻ കൂടി മടിക്കാത്ത ദുഷ്ടന്മാരാണ്. അങ്ങനെയുള്ളവരെ വർജിക്കണം. എന്നാൽ ഹേ ഗോപികമാരെ, ഇവരിലൊന്നും ഞാൻ പെടില്ല. എന്റെ ഭാവം സർവഭൂത സൗഹൃദം, സർവജീവകാരുണ്യമാണ്. ഒരിക്കലും ഒരിടത്തും ഭേദഭാവനയില്ല. എങ്കിലും എന്നിൽ അഹൈതുകീ ഭക്തിയെ ചെയ്യുന്ന അനന്യശരണരായിട്ടുള്ള ഭക്തന്മാരുടെ ശ്രേയസിൽ ഞാൻ അതീവ തൽപരനാണ്. അവരുടെ ചിത്തം എന്നിൽ കൂടുതൽ കൂടുതൽ ഉറയ്ക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ അവരിൽ നിന്നും അറിഞ്ഞിരിക്കും. അത് ഭക്തവാത്സല്യം കൊണ്ടാണ്. യഥാധനോ ലബ്ധധനേ വിനഷ്ടേ, ദരിദ്രന് എതിർച്ഛയാ കിട്ടിയ നിധി നഷ്ടപ്പെടുമ്പോൾ അവൻ അതിനെപ്പറ്റി എത്രത്തോളം തീവ്രമായി ചിന്തിക്കുമോ, അതിലും എത്രയോ ഉപരിയായി എൻ്റെ ദർശനം ഒരിക്കൽ ലഭിച്ചിട്ട് പിന്നീട് നഷ്ടപ്പെട്ട ഭക്തൻ മറ്റെല്ലാം മറന്ന് എന്നെ മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കും. എൻ്റെ പ്രിയതമകളായ നിങ്ങൾ ഒരു ക്ഷണമാത്രമെങ്കിലും എന്നെ മറന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ചിത്തം വീണ്ടും എന്നിൽ സുദൃഢമായി ഉറപ്പിക്കാൻ ഞാൻ കേവലം മറഞ്ഞു എന്നേ ഉള്ളൂ. എന്നോടുള്ള സ്നേഹാധിക്യം കൊണ്ട് ധർമാധർമ്മ വിചാരത്തെയും ബന്ധുക്കളെയും ബന്ധങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച നിങ്ങളിൽ പരമപ്രീതിയുക്തനായ എന്നിൽ നിങ്ങൾ ദോഷദർശനം ചെയ്യരുത്. നിങ്ങളെ സ്തുതിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ചിന്മയനായ എന്നിൽ നിങ്ങൾ വിഷയസംബന്ധ ലേശം കൂടാതെ പരിശുദ്ധ പ്രേമത്തെ സമർപ്പിച്ചു. പ്രസക്തങ്ങളായ ശാസ്ത്രവിധികളെയും വേദശാസനകളെയും ദേഹസംബന്ധികളെയും നിങ്ങൾ നിസ്സങ്കോചം ത്യജിച്ചു. ഒരുവിധത്തിലും ഛേദിക്കാൻ പറ്റാത്ത ഗൃഹപതിപുത്രാദികളായ വൻ ചങ്ങലകളെ, ബന്ധനങ്ങളെ സുദൃഢമായ വൈരാഗ്യം കൊണ്ട് മുറിച്ചു കളഞ്ഞ് എന്നെ അനന്യമായി ശരണം പ്രാപിച്ച നിങ്ങളുടെ ഈ പരിശുദ്ധ പ്രേമം ലോകത്തിന് ഉത്തമ മാതൃകയാണ്.
ശരണാഗതി ധർമ്മത്തെ പ്രകാശിപ്പിക്കുന്ന ജ്യോതിസ്തംഭങ്ങളായ നിങ്ങളുടെ പരിശുദ്ധ പ്രേമത്തിന് പകരം എന്തെങ്കിലും തരാൻ ഞാൻ അശക്തനാണ്. എൻ്റെ പാദഭജനമൊഴികെ മറ്റൊന്നും ആഗ്രഹിക്കാത്ത നിങ്ങൾക്ക് ഞാൻ എന്നും കടപ്പെട്ടവനാണ്. യാ മാ ഭജൻ ദുർജരഗേഹ ശൃംഖല സംവൃച്യ തദ്വപതിയാതു സാധുന എന്നിങ്ങനെ അവരോട് ഉപദേശിച്ചുകൊണ്ടാണ് തുടർന്ന് രാസ നൃത്തത്തിനായി തയ്യാറെടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദശമസ്കന്ധം 32-ാം അധ്യായത്തെ ഇവിടെ സമർപ്പിക്കുന്നു. ശ്രീഹരയേ നമഃ.